2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. കേരള മനുഷ്യാവകാശ ഫോറത്തിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ നിർവഹിച്ചു. ആഗോള മനുഷ്യാവകാശ ദിനാചരണം ഹ്യൂമൻ റൈറ്റ്സ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു. ഫോറം സംസ്ഥാന പ്രസിഡന്റ് TK അബ്ദുൽ അസീസ് അധ്യക്ഷനായ യോഗത്തിൽ സംഘടനയുടെ 10ാം വാർഷികം ഫോറം രക്ഷാധികാരി കൂടിയായ ജസ്റ്റിസ് PK ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വാസ്തവത്തിൽ എൻ്റെ അഭിപ്രായത്തിൽ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ നിന്നുണ്ടായ ഏറ്റവും നല്ല ഗുണം. പ്രായോഗിക തലത്തിൽ അതെത്രത്തോളം വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പരിശോധന നടത്തിയാൽ പരാജയങ്ങൾ ആണ് കൂടുതൽ കാണുക എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഇത് പറയുന്നുണ്ടായിരുന്നു. വാസ്തവത്തിൽ അത് ഹ്യൂമൻ റൈറ്റ്സിൻ്റെ സ്വകാര്യ കമ്പനികൾ അവരുടെ CSR ഫണ്ടിൽ നിന്നും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കായി സഹായം നൽകി സഹായിക്കേണ്ടതുണ്ടെന്നും ഇന്ത്യ അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ സൈനിക ശക്തികളിൽ ഒന്നായി വളർന്നിരിക്കുന്നത് മനുഷ്യാവകാശ സംരക്ഷണത്തിന് സഹായകരമാണെന്നും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ പറഞ്ഞു. യോഗത്തിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം സംസ്ഥാന ജില്ലാ പ്രവർത്തകർ പങ്കെടുത്തു. ജയിൽ മോചിതനാക്കി വെറുതെ വിട്ടപ്പെട്ട ആളോ അല്ലെങ്കിൽ ഒട്ടേറെ കാലം ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തേക്ക് വരികയും ചെയ്ത ഒരാൾക്ക് ജീവിക്കാനുള്ള അവകാശം ഇല്ല. അതിന് ഇവിടെ കോടതികളിലെ പല വിധിയുണ്ടെങ്കിലും നമ്മുടെ ദേശീയ തലത്തിൽ ഒരു നിയമമില്ല. ആ നിയമം ഉണ്ടാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് നാം നിവേദനം നൽകുകയും ബഹുമാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത് ഷാ അത് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന് സെൻട്രൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനെ അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. തൽഫലമായി അതിൻ്റെ പ്രവർത്തനങ്ങളും ഒരു നേട്ടവും ഈ ലോകത്തുള്ള ജനതയ്ക്കാകെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. അതേപോലെ വയോജനങ്ങൾക്ക് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ 50% നിരക്ക് കുറച്ച് നമ്മുടെ സംഘടന ഇടപെട്ട് നമുക്ക് നടത്തുക. ജസ്റ്റിസ് PK ഷംസുദ്ദീൻ, എഴുത്തുകാരായ CV തമ്പി, ബൽക്കിസ് ബാനു എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. അഡ്വക്കേറ്റ് TPM ഇബ്രാഹിം ഖാൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഫോറം വൈസ് ചെയർമാൻ ജോസഫ് പുത്തൂരാൻ, ബിഗ് ബോസ് ഫെയിം ഡോക്ടർ രജിത് കുമാർ, സിനിമാ താരം ഡയാന ഹമീദ് എന്നിവർ ആശംസാ സന്ദേശം നൽകി. നമ്മുടെ ചുറ്റുവട്ടത്ത് മുഖത്തിന് ശരീരത്തിന് സൗന്ദര്യമുള്ള ധാരാളം പേരുണ്ട്. പക്ഷേ അവരിൽ പലരുടെയും ഹൃദയത്തിന് സൗന്ദര്യം ഉണ്ടോ എന്ന് ആത്മപരിശോധന നടത്തേണ്ടി വരും. എന്നാൽ ഹൃദയത്തിൽ സൗന്ദര്യവും മുഖത്തും സൗന്ദര്യമുള്ള ധാരാളം ജനവിഭാഗങ്ങൾ സ്വമേധയാ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ മനുഷ്യാവകാശ ഫോറം അല്ലെങ്കിൽ ഹ്യൂമൻ റൈറ്റ്സ് ഫോറം കേരള. അതിൽ ഹൃദയത്തിലും മനസ്സിലും നന്മയും സൗന്ദര്യമുള്ളവരാണ് എനിക്ക് ചുറ്റുമിരിക്കുന്ന ഈ സഹോദരന്മാർ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പീഡനങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നമ്മുടെ ഷംസുദ്ദീൻ സാറ് കൊറിയയെക്കുറിച്ചും ചൈനയെക്കുറിച്ചും പാലസ്തീനെക്കുറിച്ചും അല്ലെങ്കിൽ ഇസ്രായേലിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. ഞാൻ അവിടെ ഒന്നും പോകുന്നില്ല. ഇന്ത്യയെക്കുറിച്ചും ഞാൻ പറയുന്നില്ല. നമ്മുടെ നാട് മാത്രം എടുത്താൽ മതി. യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൻ്റെ അരക്ഷിതാവസ്ഥ എന്താണ്? നമ്മുടെ ജീവിതം നിലനിർത്തുവാൻ അല്ലെങ്കിൽ ജീവിക്കുവാനുള്ള അവകാശങ്ങൾ വരെ ലംഘിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. നമുക്ക് ചുറ്റും വാർത്തകളിലൂടെയൊക്കെ നമ്മുടെ മനസ്സിനെ ഞെട്ടിക്കുന്ന അല്ലെങ്കിൽ മനസ്സിന് വേദന നൽകുന്ന ഒരുപാട് വാർത്തകളുമൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കേണ്ടതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പ്രത്യേകം പറഞ്ഞ കാര്യമില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആവശ്യകത വളരെ വലുതാണ് എന്നുള്ളത്. രാമചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ കമ്പാരിറ്റീവ്ലി താരതമ്യേന പൂർവ്വഭാഗ്യം ചെയ്തൊരു ജനത തന്നെയാണ് നമ്മുടെ കേരള ജനത. സജി നമ്പൂതിരി പ്രമേയ അവതരണം നിർവഹിച്ചു. എറണാകുളം ജില്ലാ പ്രസിഡന്റ് K. ആന്റണി ആമുഖ പ്രഭാഷണം നടത്തി. JJ കുറ്റിക്കാട്ട്, KM ഫസലുള്ള തൃശൂർ, മെൽവിൻ ബിനോയ്, ഖാദർ മാവേലി, അബ്ദുൾ റഹ്മാൻ KK, ഷാഹിദ, സലോമി കോട്ടയം, അമ്പിളി, അനീഷ് മട്ടാഞ്ചേരി, രാജേഷ് S. ബാബു, ഓമന തോമസ്, ഷാജി PM, TC ജോർജ്, ജെസ്സി ജോസഫ്, ഷിയാബ് തൃശൂർ, കേശവൻ നമ്പൂതിരി, ഷാനവാസ് കൊച്ചി, ഫ്ലാവിഷ്യൽ ലാൽ പറവൂർ, തങ്കച്ചൻ കാനപ്പള്ളി, ഷെരീഫ് അലി സർ കൊച്ചി, IB കുന്നത്തുനാട്, MI ക്ലീറ്റസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.